റീഡിംഗ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബോയിൻ്റ് ഫോഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു റിവിഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ നോട്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുൾ ചാപ്റ്ററിനെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ട് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, പറ്റാത്തവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ച് നോക്കാം ഈ ചാപ്റ്ററിൽ എന്തൊക്കെ തിയറി പോർഷൻസാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്താണ് ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊരു ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ പാർഷ്യലായിട്ടോ ഒരു ഫ്ലൂയിഡിൽ മുക്കി വയ്ക്കുന്ന സമയത്ത് ആ ഫ്ലൂയിഡ് മുകളിലേക്ക് കൊടുക്കുന്ന ഒരു അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലൂയിഡിനകത്ത്, ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമുക്ക് ലിക്വിഡായിട്ടുള്ള വസ്തുക്കളും അതുപോലെ ഗ്യാസ് ആയിട്ടുള്ള വസ്തുക്കളെയും ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. അതിന് ഫ്ലോ ചെയ്യാൻ പറ്റും. അല്ല, നമ്മൾ പാർഷ്യലായിട്ട് പകുതിയായിട്ടോ അല്ലെങ്കിൽ മൊത്തമായിട്ടോ മുക്കി വയ്ക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഈ ലിക്വിഡ് മുകളിലോട്ടൊരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സ് കാരണം നമുക്ക് മുകളിലോട്ട് എന്ത് ചെയ്ത് പൊങ്ങി വരാനോ അല്ലെങ്കിൽ മുകളിലോട്ടൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. അതിനാണ് നമ്മൾ ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ഒരു ലിക്വിഡ് കൊടുക്കുന്ന ബോയിൻ്റ് ഫോഴ്സ് മെഷർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യം ആ ഒബ്ജക്റ്റിനെ നമ്മൾ എയറിൽ വെച്ച് അതിൻ്റെ വെയിറ്റ് എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. നിങ്ങൾക്കറിയാം, വെയിറ്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് സ്പ്രിംഗ് ബാലൻസ് ആണ്. അപ്പോൾ അതിൽ വെച്ച് വെയിറ്റ് നോക്കിയിട്ട് അതേ ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലൂയിഡിനകത്ത് കൊണ്ടുവന്ന് ഫുള്ളായിട്ട് മുക്കിയതിന് ശേഷം അതിൻ്റെ വെയിറ്റ് നോക്കുക. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം താഴെ നിന്നൊരു ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന കാരണം നിങ്ങൾക്കറിയാം, വെയിറ്റ് എന്ന് വെച്ചാൽ താഴോട്ട് വലിക്കുന്ന ഫോഴ്സാണ്, അല്ലേ? ഇവിടെ പകരം മുകളിലോട്ടൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ബാലൻസ്ഡ് ഫോഴ്സിൻ്റെ തിയറിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്, അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കുറയുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ ഉണ്ടാകുന്ന ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബോയിൻ്റ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. ഇനി എല്ലാ ലിക്വിഡും കൊടുക്കുന്ന ബോയിൻ്റ് ഫോഴ്സ് ഒന്നാണെന്ന് ചോദിച്ചാൽ അല്ല. ഈ പറയുന്ന ബോയിൻ്റ് ഫോഴ്സ് മാറും. രണ്ട് കാര്യങ്ങളാണ് ബോയിൻ്റ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡിനെയും ഡിപ്പെൻഡ് ചെയ്യും, മറ്റൊന്ന് വോളിയം ഓഫ് ദ ഒബ്ജക്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഫ്ലൂയിഡ് ഏതാണോ അതിൻ്റെ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് അത് കൊടുക്കുന്ന ബോയിൻ്റ് ഫോഴ്സിൻ്റെ അളവും കൂടുതൽ ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഗ്ലിസറിൻ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്തൊരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. കാരണം അവിടെ നിന്നുള്ള ചോദ്യം വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അടുത്ത് വരുന്നത് വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ഒരു വോളിയം ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ട സ്ഥലം അല്ലെങ്കിൽ സ്പേസിനാണ് നമ്മൾ വോളിയം എന്ന് വിളിക്കുന്നത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന വോളിയം കൂടുമ്പോൾ നമുക്കറിയാം അത് കൂടുതൽ ഏരിയ എടുക്കും. അങ്ങനെ ഏരിയ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ബോയിൻ്റ് ഫോഴ്സ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ as the volume of the object increases, the buoyant force also increases. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, നമ്മൾ ഇരുമ്പിൻ്റെ ഒരു ചെറിയ ഒരു റോഡ് എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, ചെറിയ ഇരുമ്പ് കഷ്ണം വെള്ളത്തിട്ട് മുങ്ങിപ്പോവും. പക്ഷേ അതേ ഇരുമ്പ് കൊണ്ടുണ്ടാക്കി കപ്പൽ എന്ത് ചെയ്യും, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്, ഇരുമ്പ് റോഡിനെ അപേക്ഷിച്ച് കപ്പൽ ഇരുമ്പ് കൊണ്ടായിരിക്കാം ഉണ്ടാക്കിയതെങ്കിൽ അതിൻ്റെ വോളിയം എന്താണ്, കൂടുതലാണ്. വോളിയം കൂടുതലായതുകൊണ്ടാണ് എന്ത് കൂടുന്നത്, അവിടെ ഉണ്ടാകുന്ന ബോയിൻ്റ് ഫോഴ്സ് കൂടുന്നത്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, പൊങ്ങിക്കിടക്കുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അങ്ങനെ ബോയിൻ്റ് ഫോഴ്സ് അളക്കാനായിട്ട് മറ്റൊരു മെത്തേഡ് കൊണ്ട്, അതിൻ്റെ പേരാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ ആർക്കിമിഡീസ് പറഞ്ഞത്, ഒരു ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയോ പാർഷ്യലായോ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റ് എത്രത്തോളം വെള്ളത്തിന് എന്ത് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്തു, അതിന് ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഒരു ഫ്ലൂയിഡിനകത്തോട്ട് എന്ത് ചെയ്തു, മുക്കി. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഇരിക്കാനുള്ള അതിൻ്റെ വോളിയം, തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച പോയിന്റ് തന്നെയാണ്, അതിൻ്റെ വോളിയം ഉണ്ടല്ലോ, ആ വോളിയത്തിൻ്റെ അത്രയും സ്ഥലത്തുള്ള വെള്ളം എന്ത് ചെയ്യും, പുറത്തോട്ട് പോയിട്ടുണ്ടാകും. ആ പുറത്തോട്ട് പോയ വെള്ളത്തിൻ്റെ അളവ് നമ്മളെടുത്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ഉണ്ടാകുന്ന എന്തിന് ഈക്വലാണെന്ന്, ബോയിൻ്റ് ഫോഴ്സിന് ഈക്വലാണെന്നാണ് ആർക്കിമിഡീസ് പറഞ്ഞത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ അവിടെ ആ ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിനേക്കാളും ഈക്വലോ അതിൽ കൂടുതലോ ആയിരിക്കണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഞാൻ എടുത്ത് വെള്ളത്തിലോട്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡിലോട്ട് മുക്കി, അപ്പോൾ ഇടുമ്പോൾ അതിങ്ങനെ പൊങ്ങി കിടക്കണമെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റിലൂടെ ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവുണ്ടാവുമല്ലോ, ആ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിന് ഒരു വെയിറ്റ് ഉണ്ടാവുമല്ലോ, ആ വെയിറ്റിനേക്കാളും ഈക്വലോ അല്ലെങ്കിൽ എന്താണ് അതിനേക്കാളും കൂടുതലോ ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഒബ്ജക്റ്റ് വിൽ ഫ്ലോട്ട് ഓൺ എ ഫ്ലൂയിഡ് വെൻ ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ആർ ഈക്വൽ. സിമ്പിളി പറഞ്ഞാൽ, ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കണമെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ബോയിൻ്റ് ഫോഴ്സ് ഉണ്ടല്ലോ, ആ ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിന് വെയിറ്റ് ഉണ്ടല്ലോ അതിനേക്കാളും കൂടുതലായിരിക്കണം. എങ്കിൽ എന്ത് ചെയ്യും, ആ ബോയിൻ്റ് ഫോഴ്സ് ആ ഒബ്ജക്റ്റിനെ പൊക്കി നിർത്തും. അല്ലെങ്കിൽ എന്ത് പറ്റും, അത് താഴേക്ക് മുങ്ങിപ്പോവും. എന്ന് സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാലും മതി. ഇവിടെ നമ്മൾ ബോയിൻ്റ് ഫോഴ്സ് എന്ന് ഡയറക്റ്റായിട്ട് പറയുന്നതിന് പകരം എന്ത് പറഞ്ഞു,
വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് നീഡ് ടു ബി ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, ദെൻ ഓൺലി ദ ഒബ്ജക്റ്റ് വിൽ ഫ്ലോട്ട്. ഇത്രയേ ഉള്ളൂ. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്തതിൻ്റെ അളവ് കൂടാൻ വേണ്ടിയിട്ടാണ് കപ്പലിനെ നമ്മൾ ആ ഒരു പ്രത്യേക ഷേപ്പിൽ വലുതാക്കി പണിതെടുക്കുന്നത്. ഇനി വരുന്ന റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി വെള്ളവുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ പറയുന്നതിനാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്, ഏത് സബ്സ്റ്റൻസിൻ്റെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന് ഡെൻസിറ്റി ഓഫ് വാട്ടറിന് ഡിവൈഡ് ചെയ്യണം. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 ആണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് എന്ത് വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. പ്രത്യേകത, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. മോഡൽ ചോദ്യം ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്, അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. കുറേ ടേംസ് തന്നിട്ട് ഇതിലേത് ടേമാണ് റിലേറ്റീവ് ഡെൻസിറ്റിയെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കാണോ യൂണിറ്റ് ഇല്ലാത്തത് അതാണ് റിലേറ്റീവ് ഡെൻസിറ്റിയെ കാണിക്കുന്നത്. കാരണം റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ളത് എന്ത് തന്നെയാണ്? ഡെൻസിറ്റി തന്നെയാണ്. അതായത് ന്യൂമറേറ്ററിലും എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഡിനോമിനേറ്ററിൽ വരുന്നത് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. സോ അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യും? വെട്ടിപ്പോവും. അതാണ് സംഭവം. ഓക്കെ, ഇനി വരുന്നത് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന ഉപകരണമാണ്. റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. എന്തിന് ഉപയോഗിക്കുന്നു? യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഹൈഡ്രോമീറ്റർ സിങ്ക് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻ വിച്ച് ഹൈഡ്രോമീറ്റർ സിങ്ക് ലെസ്സർ വിൽ ബി ഹയർ. എന്ന് വെച്ചാൽ ഹൈഡ്രോമീറ്റർ മുങ്ങാതെ ഹൈഡ്രോമീറ്റർ മുങ്ങിപ്പോയാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ആ ലിക്വിഡിന് ഡെൻസിറ്റി കുറവായിരിക്കും എന്നാണ്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. നെക്സ്റ്റ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യം, ഇതിൻ്റെ വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ നമ്മുടെ മറ്റേ ക്ലാസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓരോ എക്സാമ്പിളായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് വീഡിയോ കണ്ടാൽ മതി. ഇവിടെ സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കാൻ വേണ്ടി ഞാൻ ആ പോയിന്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലാക്ടോമീറ്റർ. അതായത് ദ ലാക്ടോമീറ്റർ ഇൻ പ്യുവർ മിൽക്ക്, ദ ലാക്ടോമീറ്റർ ഫ്ലോട്ട് ഇൻ പ്യുവർ മിൽക്ക്. ഓക്കെ, ശുദ്ധമായ പാലിലാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ശുദ്ധമായ പാലിന് വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ലാക്ടോമീറ്റർ അതിലിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പൊങ്ങിക്കിടക്കും. എന്നാൽ ഇംപ്യുവർ മിൽക്കിലാണെങ്കിൽ എന്ത് ചെയ്യും? അത് മുങ്ങിപ്പോവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. സിമ്പിളൊരു ചാപ്റ്ററാണ്. ഇവിടുന്ന് ഒരു മാർക്ക് പോലും പോകാനായിട്ടൊരു ഇടം നിങ്ങൾ ഉണ്ടാക്കരുത്. ഇതിനകത്തുള്ള ചോദ്യങ്ങൾ, ലെറ്റസ്, അസസ് എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? ഒന്നുകൂടി ഒന്ന് കാണണം. ഓക്കെ, ഇപ്പോൾ ചാപ്റ്ററിൽ നിന്ന് ഇനി അധികം ചോദ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നോട്ട് കിട്ടാനായിട്ട് ടെലഗ്രാം ചാനലിൽ പോയാൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.